ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് +2 ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ബേട്ടിക്ക് നാം എന്ന പാഠഭാഗത്തിലെ കോൺവെർസേഷനും ഷോർട്ട് ക്വസ്റ്റ്യൻസും നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ കോൺവെർസേഷനാണ് എഴുതിയിരിക്കുന്നത്. बादशाह और शख्स के बीच पत्र भेजने के बारे में वार्तालाप लिखे. ബാദഷാഹ് ചക്രവർത്തിയുടെയും ഷഖ്സ് എന്ന ഒരു വ്യക്തിയുടെയും ഇടയിലെ പത്രം അയക്കുന്നതിനെ പറ്റിയുള്ള വാർത്താലാപ ആണ്. അതായത് മകൾക്ക് ഡൽഹിയിലെ കൈതിൽ കിടക്കുന്ന മകൾക്ക് ജവാബി പത്രം എന്ന് വെച്ചാൽ മറുപടി കത്ത് അച്ഛൻ അയക്കുന്നു. ആ കത്ത് കൊടുത്തയക്കുന്ന വ്യക്തിയുമായിട്ടുള്ള വാർത്താലാപമാണ് കൊടുത്താന്നിരിക്കുന്നത്. ബാദഷാഹെ ക്യാ തും മേരെ ലിയെ ഏക് കാം കരോഗെ, എന്തേ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യുമോ? ഷഖ്സ് പറഞ്ഞു സെരൂർ, തീർച്ചയായും. ക്യാ ഹെ, എന്തെന്ന്. ബാദഷാഹ് മേരെ പാസ് ഏക് കത്ത് ഹെ, എൻ്റെ പക്കൽ ഒരു കത്ത് ഉണ്ട്. ഷഖ്സെ കൈസാ പത്ര, എങ്ങനെയുള്ള കത്താണ്? ബാദഷാഹ് മേരെ ബേട്ടിക്ക് നാം ലിഖാ ഹെ, എൻ്റെ മകളുടെ പേരിൽ എഴുതിയതാണ്. ഷഖ്സെ മേ ക്യാ കർന, ഞാൻ എന്ത് ചെയ്യണം? ബാദഷാഹ് വഹ് ദില്ലിക്ക് കൈദ് മേ ഹെ, അവൾ ദില്ലിയിലെ കൈദിലാണ്, തടവിലാണ്. യഹ് കത്തെ ഉസ്കോ ദേഗ, ഈ കത്ത് അവൾക്ക് നൽകണം. ഷഖ്സെ മേ കോശിഷ് കരൂങ്ക, ഞാൻ പരിശ്രമിക്കാം. ബാദഷാഹെ വഹ് മേരാ ഹൃദയ ഹെ, അതെൻ്റെ ഹൃദയമാണ്. തും യഹ് പത്ര വഹാം പഹുഞ്ചായേത്തോ, ഈ കത്തെ അവിടെ എത്തിക്കുകയാണെങ്കിൽ അത് ബഹുത് അച്ഛാ ഹോഗ, വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. നക്കേ ഷഖ്സെ ക്യാ എൻ്റെ ബഹൂസ് സെ മിൽ സകേഗ, വഹാം എന്ന് വെച്ചാൽ അവിടെ ആ കുട്ടിയെ കാണാൻ, ഉസസി എന്ന് വെച്ചാൽ അവളെ കാണാൻ കഴിയുമോ എന്ന്. ബാദഷാഹ് പതനായി അറിയില്ല. ലേക്കിൻ മുച്ചേ തുമ്പർ ഫരോസ് ഹേ, എങ്കിലും എനിക്ക് നിന്നിൽ വിശ്വാസം ഉണ്ട്. ഫരോസ് എന്ന് വെച്ചാൽ വിശ്വാസം. ഷഖ്സെ ആപ്കെ ലിയെ മേ സെരൂറെ, ആപ്കെ ലിയെ എന്ന് വെച്ചാൽ താങ്കൾക്ക് വേണ്ടി, ഞാൻ സെരൂർ, തീർച്ചയായും. യഹ് കാം കരൂങ്ക, ഈ ജോലി ചെയ്യും. ബാദഷാഹെ ടീക്ക് ഹേ ധന്യവാദ്, അറിയാലോ. അങ്ങനെ കൊണ്ട് ചെന്ന് നിർത്തുക, പഠിക്കുക കേട്ടോ, കൊള്ളാം. ഇനി അടുത്ത് നോക്കിയേ, ക്വസ്റ്റ്യൻ ആൻസറാണ്. യഹ് പത്ര കിസ്കെ നാം പർ ലിഖ, ഈ കത്ത് ആരുടെ പേരിലാണ് എഴുതിയത്? ആൻസർ നോക്കുക. കുൽസും ജമാനി ബേഗം, അദ്ദേഹത്തിൻ്റെ മകളുടെ പേരാണ് കുൽസും ജമാനി ബേഗം, അവൾക്ക് വേണ്ടിയാണ് കത്ത് എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബാരാത്ത് കി അഗ്വാനി കെ സെഹരെ കോൻ കോൻ ലിഖ, ബാരാത്ത് വരപക്ഷക്കാരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പാട്ട് ആരൊക്കെയാണ് എഴുതിയത്? ആൻസർ ഗാലിബ് और ജൗക്ക്. അടുത്ത നോക്കിയേ. തോഹഫെ കെ ബദലെ ബാദഷാഹെ മുസൽമാനും കോ ക്യാ ദേഗ, തോഹഫെ സമ്മാനങ്ങൾ മുസൽമാന്മാർ ബാദഷാഹിന് നൽകി. അതിന് പകരമായി നമ്മുടെ ബാദഷാഹ് എന്താണ് മുസൽമാന്മാർക്ക് നൽകിയത്? ആൻസർ റാണി കാ ഏക് ഹാർ, രാജ്ഞിയുടെ ഒരു ഹാർ എന്ന് വെച്ചാൽ മാല. അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിന് കൊള്ളാവുന്നേ. കൈദിയോ കാ ഖർച്ച് ആദാ കർ ദിയാ ക്യോ, കൈദി തടവുകാരുടെ ഖർച്ചെന്ന് വെച്ചാൽ ചിലവ്, ആദാന്ന് വെച്ചാൽ പകുതിയാക്കി മാറ്റി. ക്യോം, എന്തുകൊണ്ട്? ആൻസർ നോക്കുക. അംഗ്രേസോ കാ വിചാർ യഹ് താ കി, അംഗ്രേസ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ വിചാരം ഇതായിരുന്നു. ഉൻ മുഗളോं के पास ജവാഹറാത്ത് ബഹുത്തെ അധിക് ഹെ, ഈ മുഗളന്മാരുടെ അരികിലെ, പാസ് എന്ന് വെച്ചാൽ അരികിലെ, ജവാഹറാത്ത് എന്ന് വെച്ചാൽ രത്നങ്ങൾ വളരെയധികം ഉണ്ട്. ഇൻ കൈദിയോं को दिया जाने वाला ഖർച്ച് ഇൻകി സെരൂരത്ത് സെ സ്യാദാ ഹെ, ഈ കൈദികൾക്ക് നൽകുന്ന ഖർച്ച്, ചിലവ്, അവരുടെ സെരൂരത്തെ ആവശ്യത്തെക്കാൾ സ്യാദാ കൂടുതലും ആണ്. ഇസ്ലിയെ, അതുകൊണ്ട്, ഉൻഹോനെ കൈദിയോं का ഖർച്ച് ആദാ കർ ദിയ, അതുകൊണ്ട് കൈദികൾക്ക് നൽകിയ ഖർച്ച്, ചിലവ് ആദയാക്കി, പകുതിയാക്കി മാറ്റി. അടുത്ത ദിവസം നോക്കിയേ. അംഗ്രേസോ കെ ആക്രമൺ മേ ക്യാ ക്യാ നുക്സാൻ ഹേ, നുക്സാൻ എന്ന് വെച്ചാൽ നഷ്ടം. ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ എന്തെല്ലാം നുക്സാൻ, നഷ്ടങ്ങളാണ് ഉണ്ടായത്? ലോകോം എന്ന് വെച്ചാൽ ജനങ്ങൾ. ലോകോം കെ ബാപ്പെ ബേട്ടെ ആർ ഭായി ഫാംസിയോം പർ ചട്ട് ഗയ, ലോകോം ജനങ്ങളുടെ, ബാപ്പ എന്ന് വെച്ചാൽ അച്ഛൻ, ബേട്ടകളെ, ഭായി സഹോദരങ്ങളെ, ഫാംസിയാം എന്ന് വെച്ചാൽ തൂക്കിലേറ്റുകയും ചെയ്തു. ഫംസിയാം പർ ചട്ന, തൂക്കിലേറ്റുക. ബച്ചെ യത്തീം ഹോഗെ, കുട്ടികൾ ആരായി മാറി? ആരുമില്ലാത്ത അനാഥരായി മാറി. യത്തീം എന്നുള്ള റൈറ്റിലാണ് വള്ളി കേട്ടോ. യത്തീം ഹോഗെ ഭഗത്ത് സെ ഔരത്തെ ബേവാ ഹോഗെ, ഒരുപാട് സ്ത്രീകൾ ബേവാ വിധവകളായി മാറി. ഉൻകെ ഗർ ലൂട്ട് ഗയ, അവരുടെ വീടുകൾ കൊള്ളയടിച്ചു. അതുമാത്രമല്ല നഹീം ഖോദ് ഡാലെ ഗേഹെ, ഉഴുതുമറിക്കുകയും ചെയ്തു. ഇത്രയും നഷ്ടങ്ങളാണ് ബ്രിട്ടീഷുകാരെയും കൊണ്ട് ഡൽഹി വാലകൾക്ക് ഉണ്ടായത്.
ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക. ബാക്കി രണ്ട് ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ഞാൻ തന്നായിരുന്നു, അത്രയും മാത്രം പഠിച്ചാൽ മതി. ആ പാഠത്തിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആയിക്കഴിഞ്ഞു. ഇത്ര മാത്രം പഠിക്കുക, അതിനകത്തുനിന്ന് പരീക്ഷയ്ക്ക് കിട്ടും. അപ്പോഴേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠം പഠിക്കാം. 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഇന്ന് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.